ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വെണ്ടക്ക വെച്ചിട്ട് സദ്യയിലേക്കുള്ള അടുത്ത റെസിപ്പി ആയിട്ടുള്ള കിച്ചടി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കിച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20ഓളം വെണ്ടയ്ക്ക കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല ലേസാക്കിയിട്ടല്ല കേട്ടോ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അതിൻ്റെ ആ ഒരു സൈസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ കേട്ടോ, വല്ലാണ്ടൊക്കെ നൈസാക്കി എടുത്തിട്ടില്ല. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ റൗണ്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിൽ ആ ഒരു പച്ചമുളകിനും ആ ഒരു ഉപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ടൈം നമുക്കിതൊന്ന് അങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, ഉപ്പൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു തേങ്ങാക്കൂട്ട് ഉണ്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങ ഒന്ന് ചിരവി എടുത്തിട്ടുള്ളത് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് കേട്ടോ, എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കട്ടെ, നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ അതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന ടൈമിൽ ഒരു 2 ടേബിൾ സ്പൂണോളം തൈരാട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ ഒന്നിച്ചങ്ങ് അടിച്ചു കൊടുത്താൽ അത് ലൂസായിട്ട് പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു കപ്പോളം തൈര് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബൗളിൽ. അതിന് ഇതുപോലെ നന്നായിട്ട് ഒരു ഫോർക്ക് നീ യൂസ് ചെയ്തിട്ട് നല്ലപോലെ കട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ ഇതുപോലെ ഉടച്ചു കൊടുത്താൽ മതി. മിക്സിയിലിട്ടിട്ടൊന്നും അടിച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ലൂസായിട്ട് പോകും. നമുക്ക് അത് ലൂസായിട്ടല്ല, കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. അതുപോലെ തന്നെ തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് വേണ്ടിട്ട് എടുക്കാൻ. ഓവർ പുളി വേണ്ട, ഒരു മീഡിയം പുളിയിലുള്ള തൈര് നോക്കിയിട്ട് എടുത്താൽ മതി. അത് നമുക്ക് ആ ഒരു തേങ്ങാക്കൂട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കമ്മിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ അതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി നമുക്കിത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അതൊന്ന് ചൂടായിട്ട് വന്നാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടക്ക ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മൊത്തം അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിലുള്ള ഫ്ലെയിം ആക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് അങ്ങ് പൊരിച്ചിട്ട് എടുക്കണം കേട്ടോ. വല്ലാണ്ടങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ട. ഞാൻ അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരണ്ടേ കേട്ടോ. അപ്പോൾ ഒരു മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്ത് കുറച്ച് താഴ്ഭാഗം ഏകദേശം അങ്ങ് സെറ്റായി വരുമ്പോൾ അങ്ങ് മറിച്ചിട്ട് കൊടുത്ത് തിരിച്ചും ഇളക്കിയിട്ട് അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ താഴെ ഭാഗം ഏകദേശം ഒന്നായി വന്നപ്പോൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത് അങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി കുറച്ചും കൂടി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ക്രിസ്പിനെസ് ഇങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ കുറച്ച് ടൈം കൂടെ നമുക്ക് ഒന്നും കൂടി അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും കൂടെ മറക്കരുതേ. ഇപ്പോൾ ഇതാ വെണ്ടക്ക നല്ല പോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല, എന്നാലോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കാം. ആ ഒരു വെളിച്ചെണ്ണൊക്കെ അങ്ങ് മാറ്റിയെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ എടുക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ പോയിട്ട് ഇങ്ങനെ തണുത്ത് വരും. അങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സദ്യ ഉണ്ടാക്കിയതിന് ശേഷം കഴിക്കാൻ ടൈമിൽ ഇതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ അങ്ങ് കോരിയിട്ട് ഇതങ്ങ് നമുക്ക് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് കണ്ടില്ല, ആ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ആ ഒരു പാനിൽ തന്നെ നമുക്ക്
കുറച്ചൊന്ന് കടുക് വറുത്തിട്ട് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കടുക് നല്ല പോലെ ഒന്ന് പൊട്ടിയിട്ട് വരട്ടെ. ഇനി 2 വറ്റൽമുളകൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നങ്ങനെ റോസ്റ്റാക്കി എടുത്താൽ മതി കേട്ടോ, അല്ലാണ്ട് റോസ്റ്റ് ആക്കണം. ഒന്നങ്ങ് റോസ്റ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, തേങ്ങയുടെ ആ കൂട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ സദ്യ വിളമ്പുന്നത് ആ ടൈമിൽ കുറച്ച് മുമ്പായിട്ട് അതിലേക്ക് നമുക്ക് ആ ഒരു വെണ്ടക്ക ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയെ, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഞാനിതിപ്പോൾ തന്നെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായ ടൈമാണ് ഞാനിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വെണ്ടക്ക കിച്ചടി. സദ്യയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കിച്ചടിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റും. ആ ഒരു വെണ്ടക്ക ഫ്രൈ ആക്കി എടുക്കേണ്ട ടൈമേ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അതിൽ പോകാനുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.